പുള്ളിക്കണക്ക് കൊച്ചാലുംമൂട് നാഗരാജ നാഗയക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വൃശ്ചിക മഹോത്സവം 17 മുതൽ 29 വരെ നടക്കും. ക്ഷേത്രത്തിൽ 22 മുതൽ 28 വരെ സപ്താഹയജ്ഞവും നടക്കും. ഇതിന്റെ ഭാഗമായി പന്തലിന് കാൽനാട്ടി. കായംകുളം പുള്ളിക്കണക്ക് ശ്രീ നാഗരാജ നാഗയക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് നവംബർ 17 മുതൽ 29 വരെ വൃശ്ചിക മഹോത്സവവും 22 മുതൽ 28 വരെ സപ്താഹയജ്ഞവും നടക്കുന്നത്. യജ്ഞത്തിന്റെ പന്തലിന് കാൽനാട്ടി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തന്ത്രി വെട്ടിക്കോട് മേപ്പള്ളിലില്ലം പരമേശ്വരൻ വിനായകൻ നമ്പൂതിരി, മേൽശാന്തി കുറങ്ങപ്പള്ളി ശ്രീഹരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചേപ്പാട് ഹരിശങ്കറാണ് യജ്ഞാചാര്യൻ. രവീന്ദ്രൻപിള്ള, പുഷ്പരാജ സാരംഗി, എൻ ഗോപാലകൃഷ്ണൻ നായർ, കെ ജനാർദ്ദനൻ എന്നിവർ കാൽനാട്ട് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നാഗരാജ നാഗേക്ഷി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വൃശ്ചിക ഉത്സവം എല്ലാ വർഷവും നടത്തുന്ന പോലെ തന്നെ ഈ വർഷം വൃശ്ചിക 1 മുതൽ 13 വരെ വളരെ ഭംഗിയോടുകൂടി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിന് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ ക്ഷേത്ര തന്ത്രി വെട്ടിക്കോട്ട് വിനായകൻ തിരുമേനിയുടെ നേതൃത്വത്തിലും ക്ഷേത്രത്തിലെ മേൽശാന്തി മഞ്ഞു നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. വൃശ്ചിക 6-ാം തീയതി മുതൽ നടത്തുന്ന സപ്താഹയജ്ഞത്തിന് ചേപ്പാട് ഹരികുമാർ നേതൃത്വം വഹിക്കുന്നതാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അന്നദാനങ്ങളും ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനങ്ങളും അൻപൊലി പൂജകളെ മറ്റെല്ലാം നടത്തുന്നതാണ്. ഉത്സവം നടത്തി വരാറുള്ള വൃശ്ചിക മഹോത്സവം വൃശ്ചിക 1 മുതൽ 13 വരെ 12 വരെയാണ് ഉത്സവം. അത് കഴിഞ്ഞ് 13-ാം തീയതി അഖണ്ഡനാമം. അതിനിടയ്ക്ക് നമ്മൾ 6-ാം തീയതി മുതൽ 12-ാം തീയതി വരെ സപ്താഹയജ്ഞവും നടത്തുന്നുണ്ട്. അതിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10 ദിവസത്തെ ഉത്സവത്തിലുള്ള സപ്താഹത്തിൻ്റെ പന്തലിൻ്റെ കാൽനാട്ടാണ് ഇന്ന് നടന്നത്. 10 ദിവസവും നമ്മുടെ ഉത്സവം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. 6-ാം തീയതി മുതൽ സപ്താഹം തുടങ്ങുന്നതാണ്. എല്ലാ നാട്ടുകാരെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളും. ക്ഷേത്രത്തിൽ നവംബർ 17 മുതൽ ആരംഭിക്കുന്ന വൃശ്ചികോത്സവത്തിൻ്റെ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ്. 29-ന് വൃശ്ചിക മഹോത്സവം സമാപിക്കും. 22-ന് സപ്താഹയജ്ഞത്തിനും തുടക്കമാകും. ന്യൂസ് ബ്യൂറോ, കായംകുളം.